ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ ട്രൂ ലിവിങ് ബൈ മിന്നു. ആദ്യം തന്നെ എല്ലാവരും സേഫായിട്ട് സമാധാനത്തോടെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇനി ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് DIY പ്ലാന്റേഴ്സും പ്ലാന്റ് സ്റ്റാൻഡ്സുമാണ് കാണിക്കാൻ പോകുന്നത്. ഒരു ചെടി മേടിക്കുന്നത് പോലെ തന്നെ നല്ല കോസ്റ്റ്ലിയാണ് ചെടി ചട്ടിക്ക്. പ്രത്യേകിച്ച് സെറാമിക്കൊക്കെ പോലെയുള്ള ചട്ടിക്ക് ഇവിടെ UAE നല്ലൊരു തുക തന്നെയാവും. നമ്മുടെ കയ്യിലുള്ള ചീപ്പായിട്ടുള്ള പ്ലാസ്റ്റിക് ചട്ടികൾ എങ്ങനെ അടിപൊളിയാക്കാമെന്നാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. പിന്നീട് ഞാൻ കുറച്ച് DIY പ്ലാന്റ് സ്റ്റാൻഡ്സും കാണിക്കുന്നുണ്ട്. സോ ഒട്ടും താമസിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് റോപ്പ് ബാസ്ക്കറ്റാണ്. റോപ്പ് ബാസ്ക്കറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ്. ഭയങ്കര കോസ്റ്റ്ലിയാണ് നമ്മൾ പുറത്തുനിന്ന് മേടിക്കാനായിട്ട് നോക്കിയാൽ. പ്രത്യേകിച്ച് ഇവിടെ UAE നിങ്ങൾക്ക് കാണാം, ആമസോണിലൊക്കെ തന്നെ എല്ലാം 100 above ആണ്. നല്ല സ്റ്റൈലിഷാണ് നമുക്ക് ഈ ഒരു പ്ലാന്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള സാധനം ഞാൻ എടുത്തിരിക്കുന്നത് കയറാണ്. ജൂട്ടിൻ്റെയൊക്കെയാണ്. ഇങ്ങനത്തെ കയർ ഇവിടെ അവൈലബിൾ അല്ല. ഞാൻ കുറേ കടയിൽ ചോദിച്ചു ഇവിടെ UAE. ഇത് ഞാൻ നാട്ടിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ. ഇപ്പം ഞാൻ നേരത്തെ കുറേ DIY ഒക്കെ ഇത് വെച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വട്ടം നാട്ടിൽ പോയപ്പോൾ ഞാൻ മേടിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഇതൊരു കെട്ടിന് 10 രൂപയെങ്ങാണ്ട് എൻ്റെ ഓർമ്മയിലുള്ളൂ. അപ്പം ഞാനിതൊരു 10-12 കെട്ട് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാം കൂടെ എനിക്ക് 20-25 രൂപയേ ആയിട്ടുള്ളൂ എന്നാണ് എൻ്റെ ഓർമ്മ. പിന്നെ നമുക്ക് ഗ്ലൂ ഗണ്ണും വേണം. പിന്നെ ഇതുപോലെ ഒരു കണ്ടെയ്നർ വേണം. ഇത് ഞങ്ങളുടെ സ്നാക്സ് ഒക്കെ ഇട്ട് വെക്കുന്ന ഒരു കണ്ടെയ്നറാണ്. ഈ ഒരു ഷേപ്പിലുള്ള കണ്ടെയ്നർ ആയിരിക്കും. നല്ല ഇച്ചിരി വലിപ്പം വേണം, കാരണം നമുക്ക് അതിനുള്ളിൽ ചട്ടി വെക്കണമല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഏറ്റവും അടിയിലായിട്ട് നമുക്കിതുപോലെ ഗ്ലൂഗൺ വെച്ചിട്ട് കയറ് ചുറ്റിച്ച് ഒട്ടിച്ച് കൊടുത്തു പോരാ. ഇതിൻ്റെ ഒരു ഷേപ്പ് ഫോളോ ചെയ്തിട്ട് നമുക്ക് ഒട്ടിച്ച് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അങ്ങനെയാണ് നമുക്ക് ഈ റോപ്പ് ബാസ്ക്കറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇൻറ്റീരിയർ ഡിസൈനിങ്ങിലൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഇപ്പോൾ റോപ്പ് ബാസ്ക്കറ്റ് എന്ന് പറയുന്നത്. ഇവിടെയാണെങ്കിൽ പോലും മിക്ക വലിയ കടകളിൽ ചെന്നാലും IKEA, ഹോം ബോക്സ്, ഹോം സെൻറ്റർ, അങ്ങനെ എല്ലാ കടകളിലും റോപ്പ് ബാസ്ക്കറ്റ് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ എല്ലാം നല്ല കോസ്റ്റ്ലിയാണ്. ചെറിയൊരു സൈസിന് വരെ 50-60 അല്ല ഒരു 100 dirhams above ഒക്കെയാണ്. ഇത് നമുക്ക് ഇതുപോലെ കയറോ ജൂട്ടോ എന്താണെങ്കിലും വെച്ച് നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇങ്ങനത്തെ കയറ് സുലഭമായിട്ട് നമ്മുടെ വീട്ടിലൊക്കെ തന്നെ കാണും, ഇതുപോലത്തെ ചകിരി ടൈപ്പ്. ഇനി മേടിക്കാനാണെങ്കിൽ പോലും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ 10-12 കെട്ട് ചെറിയ കെട്ട് മേടിച്ചതിന് എനിക്ക് ഒരുമിച്ച് 25 രൂപയെങ്ങാണ്ടേ നാട്ടിലേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇത് ഞാൻ നേരത്തെ കുറേ DIY ചെയ്തിട്ടുണ്ട് ഇത് വെച്ച്. അപ്പോൾ അതിന് വേണ്ടിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നതാണ്. കഴിഞ്ഞ വർഷം നാട്ടിൽ പോയപ്പോൾ മേടിച്ചാണ്. അപ്പോൾ ഇത്രയും ചെയ്തു വന്നപ്പോൾ തന്നെ ഇനി ആ കാണുന്ന ഒരു കെട്ടും കൂടെ ഉള്ളൂ ബാക്കി. അപ്പോൾ അതും കൂടെ യൂസ് ചെയ്താൽ ഇത് ഫുള്ള് കവറാവത്തില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇതുപോലത്തെ പ്ലേസ് മാറ്റ് ഉണ്ടല്ലോ, നമ്മുടെ ഡൈനിങ് ടേബിളിലൊക്കെ വെക്കുന്നത്, അങ്ങനത്തെ പ്ലേസ് മാറ്റ് ഇവിടെ കുറേ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് അവരിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ബാക്ക് വശത്തൂടെ സ്റ്റിച്ച് ചെയ്ത് വിട്ടേക്കുന്നതാണ്. അപ്പോൾ ഞാൻ ആ സ്റ്റിച്ച് കട്ട് ചെയ്തിട്ട് അത് നമുക്ക് കയറ് പോലെ തന്നെ അത് ഊരിയെടുക്കാം. അങ്ങനെ ഞാൻ ഊരിയെടുത്തിട്ട് അതാണ് ഇനി അടുത്തത് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് അവസാനം ചെയ്തു വന്നപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. കാരണം ഇത് നമ്മുടെ മുടിയൊക്കെ പിന്നിട്ടതുപോലെ അങ്ങനെ ഒരു ബ്രെയ്ഡഡ് ആയിട്ടാണ് ഇത് കിടക്കുന്നത്. അപ്പോൾ അത് നടുക്ക് വന്നപ്പോഴത്തേന് പ്രത്യേക ഒരു ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഓരോന്ന് ഊരിയെടുക്കുകയാണ്. അപ്പം ഞാൻ ഓരോ സ്ട്രാൻഡായിട്ട് അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനത് ആ മിഡിൽ ഭാഗത്ത് അതാണ് ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ പ്ലേസ് മാറ്റ്സിൻ്റെ സ്ട്രാൻഡ്സ് വെച്ചിട്ട് ആ മിഡിൽ പാർട്ട് ഞാൻ കുറച്ച് കവർ ചെയ്തു. പിന്നെ ഞാൻ മിച്ചം ഉണ്ടായിരുന്ന എൻ്റെ കയറ് കൊണ്ട് തന്നെ വെച്ച് ഞാൻ ആ റോപ്പ് ബാസ്ക്കറ്റ് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ആ ടോപ്പ് പാർട്ടിൽ ആ ഒരു സ്ട്രാൻഡ് വെച്ചിട്ട് ചുമ്മാ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റോപ്പ് ബാസ്ക്കറ്റ് വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്തെടുത്തു. ഇനി ഞാൻ അതിനുള്ളിലേക്ക് എൻ്റെ ഒരു ചെടി വെക്കുകയാണ്. പോത്തോസാണ് വെക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഡ്രെയിനേജിനുള്ള ഒരു കണ്ടെയ്നർ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റോപ്പ് ബാസ്ക്കറ്റ് റെഡിയായി. Oh, I got it.
ഇനി ഞാൻ കുറച്ച് പെയിൻറ്റിങ് ഓപ്ഷൻസാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഏതൊരു ചട്ടീനെയും നല്ല പെയിൻ്റൊക്കെ ചെയ്ത് കളർഫുൾ ആക്കാവുന്നതേ ഉള്ളൂ നമുക്ക്. അപ്പോൾ ഞാനിതുപോലൊരു പോട്ട് എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ ഗോൾഡൻ പെയിൻ്റാണ് ഞാൻ അടിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതുപോലൊരു മാസ്കിൻ ടേപ്പ് എടുത്തു. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ ടേപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനൊരു ട്രയാങ്കിൾ ഷേപ്പിലാണ് ഇത് ടേപ്പ് ചെയ്യുന്നത്, നിങ്ങൾക്ക് കാണാം. ഇങ്ങനെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ടേപ്പ് ചെയ്യാം. അപ്പം ഞാൻ അങ്ങനെ ചുറ്റും ഒന്ന് ട്രയാങ്കിൾ രീതിയിൽ ടേപ്പ് ചെയ്ത് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ വീണ്ടും അതൊരു വി കണക്ക് ആക്കിയിട്ട് വീണ്ടും ഞാൻ ടേപ്പ് ചെയ്യണം. ഞാൻ പറയുന്നതിൽ നിങ്ങൾക്ക് കാണുമ്പോൾ അത് മനസ്സിലാവുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ എക്സ്ട്രാ വന്നതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഷേപ്പ് കറക്റ്റ് ആക്കാനായിട്ട്. അതിനുശേഷം ഞാൻ ഗോൾഡ് പെയിൻ്റാണ് അടിക്കുന്നത്. അപ്പോൾ ഈ ഗോൾഡ് പെയിൻറ്റ് ഞാൻ നാട്ടിലെ ആമസോണിൽ നിന്ന് കഴിഞ്ഞ വട്ടം നാട്ടിൽ പോയപ്പം ഓർഡർ ചെയ്ത് മേടിച്ചാണ്. നല്ല ഗോൾഡ് പെയിൻ്റാണ്, നല്ല ഷൈനിങ് ഒക്കെയാണ്. അപ്പോൾ അത് ഞാൻ അടിച്ചു കൊടുക്കുവാണ്. അതിനുശേഷം അത് നമ്മൾ ഡ്രൈ ആക്കാൻ വെക്കണം. അപ്പോൾ ഇത് കംപ്ലീറ്റായി. ഇനി ഇത് നല്ല ഡ്രൈ ആവുന്നവരെ നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം ഡ്രൈ ആയതിനു ശേഷം ഇതിനെ നമ്മൾ ടേപ്പിനെ ഇതുപോലെ മാറ്റുക, പയ്യെ അതിനെ റിമൂവ് ചെയ്യാം. അപ്പോൾ കാണാൻ നല്ല രസമാണ്. അപ്പോൾ നമ്മൾ ആ ടേപ്പ് ചെയ്തതുകൊണ്ട് തന്നെ നല്ല ഷാർപ്പായിട്ട് എഡ്ജസൊക്കെ അടിപൊളിയായിട്ട് വരും. അപ്പോൾ നമ്മുടെ ഒരു പെയിൻറ്റ് DIY റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് പെയിൻറ്റിങ് പോട്ടിനായിട്ട് ഞാൻ വീണ്ടും ഒരു പോട്ട് എടുത്തു. ഡിഫറെൻറ്റ് കളേഴ്സ് എടുത്തിട്ടുണ്ട്, പെയിൻറ്റ് ബ്രഷ് എടുത്തിട്ടുണ്ട്. ഈ കളേഴ്സ് എല്ലാം അക്രിലിക് പെയിൻ്റാണ്. ആദ്യം തന്നെ ഞാൻ പിങ്ക് കളർ എടുത്തു. അതിനുശേഷം ഞാനൊരു ചെറിയ ഭാഗത്തായിട്ട് ആ പിങ്ക് കളർ അടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അടുത്തൊരു ചെറിയൊരു പാർട്ടിൽ ഞാൻ വേറെ ഏതെങ്കിലും ഒരു കളർ അടിച്ചു കൊടുക്കും. അങ്ങനെ ഈ കളേഴ്സ് എല്ലാം ഞാൻ കുറച്ച് ഏരിയയിൽ അടിച്ച് ഒരു കളർഫുൾ ചട്ടിയാക്കി മാറ്റുവാണ് ഇതിനെ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഫസ്റ്റ് ഞാനൊരു പിങ്ക് അടിച്ചു, അത് കഴിഞ്ഞൊരു ലൈറ്റ് ബ്ലൂ അടിച്ചു, പിന്നെ ഡാർക്ക് ബ്ലൂ അടിച്ചു, പിന്നെ റെഡ് അടിച്ചു. അങ്ങനെ പല കളേഴ്സ് മിക്സ് ചെയ്ത് ഒരു അടിപൊളി പ്ലാന്റർ ആക്കുവാണ് ഞാനിത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ പെയിൻറ്റ് ചെയ്യാം കേട്ടോ. പല രീതിയിലൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് പെയിൻറ്റ് ചെയ്യാനൊക്കെ അറിയുന്നവരാണെങ്കിൽ എന്ത് വേണേലും പെയിൻറ്റ് ചെയ്യാം. അങ്ങനെ ഏതൊരു സാധാരണ ചട്ടീനെയും നമുക്ക് നല്ല കളർഫുള്ളാക്കി നമ്മുടെ ഇഷ്ടത്തിന് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ കുറച്ച് ഐഡിയാസാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ഞാൻ എല്ലാ കളറും അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ കാണിച്ച ആ ഗോൾഡ് പെയിൻറ്റ് ഞാൻ ഈ ടോപ്പ് പാർട്ടിലായിട്ടൊന്ന് അടിച്ചു കൊടുക്കുകയാണ്, ചെറിയൊരു ഷൈനിങ്ങിന് വേണ്ടിയിട്ട്. അതിനുശേഷം ഇത് ഡ്രൈ ആവാനായിട്ട് വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചട്ടി റെഡിയായി ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഞാൻ ഓരോ കളേഴ്സും, ഞാൻ ഇവിടെ ഡിഫറെൻറ്റ് കളേഴ്സ് അടിച്ചിട്ടുണ്ടല്ലോ, അങ്ങനെ ഓരോ കളേഴ്സിനും ഞാൻ ഒരു ബോർഡർ പോലെ ആ ഗോൾഡ് പെയിൻറ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പെയിൻറ്റിങ് പോട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പെയിൻറ്റിങ് പോട്ടിനായിട്ട് വീണ്ടും ഒരു പോട്ട് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ പെയിൻറ്റിനെ ഞാനൊരു ടെക്സ്ചർ വരുത്താനായിട്ട് ഞാൻ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. പിന്നെ പെയിൻറ്റ് ബ്രഷ് എടുത്തിട്ടുണ്ട്, ടേപ്പ് എടുത്തിട്ടുണ്ട്, സിസേഴ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വാട്ടർ വെച്ചത് മിക്സ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് വാട്ടർ എടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്യാനായിട്ടൊരു പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിന് വേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ മിക്സ് ചെയ്യുന്ന കണ്ടെയ്നർ എടുത്തു. അതിനുശേഷം പെയിൻറ്റ് യെല്ലോ ആണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഞാൻ ഒരു കുറച്ച് എമൗണ്ട് കേട്ടോ, ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 2 ടീസ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. അതിനുശേഷം നമ്മുടെ പോട്ടിൽ ഞാനിതുപോലെ ടേപ്പ്, മാസ്കിൻ ടേപ്പ് വെച്ച് ഇതുപോലെ ഈ ഒരു റെക്റ്റാങ്കിൾ പോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ ആ പോട്ട് ഫുള്ള് ഞാൻ അങ്ങനെ മാസ്കിൻ ടേപ്പ് വെച്ചിട്ട് കവർ ചെയ്യുവാണ്. നമുക്ക് കാണാം, ഫുള്ള് കവർ ചെയ്തെടുത്തു. ഇനി ഞാൻ ആ പെയിൻറ്റ് ഫുൾ അടിച്ചു കൊടുക്കാൻ പോകണം. അപ്പോൾ ഈ ടെക്സ്ചർ വരുത്താനായിട്ട് POP, അതായത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉണ്ടെങ്കിൽ അതാണേലും മിക്സ് ചെയ്താൽ മതി. പിന്നെ അതെല്ലാവരുടെയും വീട്ടിൽ കാണത്തില്ലല്ലോ, ബേക്കിംഗ് സോഡ ആകുമ്പോൾ എല്ലാവരുടെ അടുത്തും കാണും. അപ്പോൾ നിങ്ങൾക്ക് കാണാം ചെറിയ ടെക്സ്ചർ പോലെ, തൊടുമ്പോഴും അങ്ങനെ ചെറിയ തരിതരിപ്പ് കാണും. അപ്പോൾ അത് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്, ഞാൻ ഉണക്കിയെടുത്തിട്ടുണ്ട്. പക്ഷേ വെള്ളം ഒഴിച്ചതുകൊണ്ട് ഞാൻ ആ മാസ്കിൻ ടേപ്പ് നന്നായിട്ടത് നിങ്ങൾക്ക് കാണാൻ ലീക്കായിട്ടുണ്ട്. പക്ഷെ കുഴപ്പമില്ല, അത് ഒരു അൺനാച്ചുറൽ ഒരു ഭംഗിയുണ്ട് അതിന്.
അതിനുശേഷം ഞാൻ വീണ്ടും ഒരു കണ്ടെയ്നർ എടുത്തു. അതിൽ വൈറ്റ് പെയിൻറ്റ് ഉപയോഗിച്ചു. അതിൽ കുറച്ച് വാട്ടറോട് മിക്സ് ചെയ്തിട്ട് ഈ ബ്രഷ് വെച്ചിട്ട് ഞാൻ ഈ ഒരു പെയിൻറ്റ് കൈ വെച്ചിട്ട് നമുക്ക് കാണാതിരിക്കും. കൈ വെച്ചിട്ട് ഞാൻ ആ പെയിൻറ്റ് ഇങ്ങനെ ഒന്ന് എന്താ അതിന് പറയുന്നത്, തെറിപ്പിക്കുക എന്ന് പറയും, അതുപോലെ ചെയ്യുവാണ്. ആ വൈറ്റ് കളറ് പെയിൻറ്റ് വരാനായിട്ട് ഇത്രേ കിട്ടിയുള്ളൂ. ബാക്കി ഞാൻ ചെയ്യുന്നത് വീഡിയോയിൽ വന്നില്ല, ആംഗിൾ മാറിയിരിക്കുമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ മൂന്നാമത്തെ DIY പെയിൻറ്റിങ് പോട്ട് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളുടെ ഇമാജിനേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് 3ലും ഞാൻ ചെടി വെച്ചിട്ടുള്ള വീഡിയോ കാണിക്കാം. നെക്സ്റ്റ് DIY പ്ലാന്ററിന് വേണ്ടത് 2 പ്ലേസ് മാറ്റ്സ് ആണ്. അപ്പം ഇത് ഐക്കയിലാണ്, ഞാൻ കുറേ വീട്ടിൽ യൂസ് ചെയ്ത് പഴയ 2 പ്ലേസ് മാറ്റ്സ് ആണ്. അപ്പോൾ ഇത് ബാംബൂൻ്റെ ആണ്. അപ്പോൾ ഇങ്ങനത്തെയാണ് നല്ല കുറച്ച് റോ ലുക്ക്, കുറച്ചുകൂടെ ഭംഗി ഇങ്ങനത്തെ പ്ലേസ് മാറ്റ്സ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ 2 ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 2ൻ്റെ എൻഡ് തമ്മിൽ നമ്മൾ ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല നീളം കിട്ടാനായിട്ടാണ്. അപ്പോൾ ഞാനൊന്ന് നന്നായിട്ടൊന്ന് ബെൻഡ് ചെയ്ത് ഈ 2 എൻഡ് തമ്മിൽ ഞാൻ ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ 2 എൻഡ് നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ശേഷിക്കുന്ന മറ്റ് 2 എൻഡിൽ നമ്മൾ ഇതുപോലെ ഡബിൾ സൈഡഡ് ടേപ്പ് ഒട്ടിക്കണം. അപ്പം ഒന്ന് നമ്മൾ ഉള്ളിൽ ഒട്ടിക്കുമ്പോൾ മറ്റേ എൻഡിലെ ഫ്രണ്ട് സൈഡിൽ വേണം ഒട്ടിക്കാൻ. നല്ല നമുക്ക് ചുറ്റിച്ച് ഇത് 2 നിങ്ങൾക്ക് കാണാം. ഇതുപോലെ നമുക്ക് ചുറ്റിച്ച് ഇങ്ങനെ 2ഉം കൂടെ ജോയിൻ ചെയ്യണം ഡബിൾ സൈഡഡ് ടേപ്പ് വെച്ചിട്ട്. അപ്പോൾ നമ്മൾ 2 എൻഡിലും ഡബിൾ സൈഡഡ് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഡബിൾ സൈഡഡ് ടേപ്പ് ഒട്ടിച്ചതിന് ശേഷം ഞാൻ അത് റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ DIY പ്ലാന്റർ എന്ന് പറയാൻ പറ്റത്തില്ല, പ്ലാന്റർ കവർ ചെയ്യാനായിട്ട് ഒരു ഐറ്റം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്കിനി നമുക്ക് ഇഷ്ടമുള്ള ഇൻഡോർ പ്ലാന്റ്സ് എന്താണേലും വെക്കാം. ഇൻഡോറോ ഔട്ട്ഡോറോ എന്ത് വേണേലും വെക്കാം, പ്ലാന്റ്സ് വെക്കാം. അപ്പോൾ ഞാൻ പോത്തോസാണ് വെക്കുന്നത്. ആദ്യം തന്നെ ഡ്രെയിനേജിന് വേണ്ടിയിട്ടുള്ളൊരു കണ്ടെയ്നർ വെക്കുന്നുണ്ട്. അതിനുശേഷം അതിന് മുകളിലായിട്ടാണ് പോത്തോസ് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇത് നിങ്ങൾക്ക് എവിടെയാണെന്ന് വെച്ചാൽ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. നല്ലൊരു അടിപൊളിയാണ്, കാണാൻ നല്ല രസമുള്ളൊരു ഐറ്റമാണ്. ഇതാണ് DIY പ്ലാന്റ് സ്റ്റാൻഡ് ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് പറഞ്ഞത്. പക്ഷേ വീഡിയോ ഇപ്പം തന്നെ ഭയങ്കര ലെന്ത് ആയിട്ടുണ്ട്. ഇപ്പം തന്നെ 15 മിനിറ്റ്സ് അടുപ്പിച്ചായി. അതുകൊണ്ട് ഞാനിത് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. കാരണം ഒരുപാട് ലെന്ത് ആയാലും നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പ്ലാന്റ് സ്റ്റാൻഡിൻ്റെ DIY കാണിക്കാം. അപ്പോൾ ഇന്നത്തെ DIY പ്ലാന്റേഴ്സ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എൻ്റെ പഴയ വീഡിയോസ് കാണാത്തവർ കാണുക. അപ്പോൾ ഞാൻ ഉടനെ തന്നെ DIY പ്ലാന്റ് സ്റ്റാൻഡ്സിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ് ഫോർ ദാറ്റ്. അപ്പം താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. സീ യു ഓൾ. ബൈ.